സ്ത്രീപക്ഷ നിലപാടിൽ പാർട്ടിക്ക് ആത്മാർത്ഥതയില്ലെന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനം. അന്ധവിശ്വാസം, അനാചാരം എന്നിവ ക്യാമ്പയിൻ രൂപത്തിൽ പാർട്ടി ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീപക്ഷ നിലപാടിൽ ഈ സമീപനമില്ല എന്ന് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീയാണ് വിമർശനം ഉന്നയിച്ചത്. R. ശ്രീജിത്ത് കൊല്ലത്തെ സമ്മേളനവേദിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. R. ശ്രീജിത്ത്, എന്താണ് ഈ സ്ത്രീപക്ഷ സമീപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനം? അതെങ്ങനെയാണ്? പൊതുചർച്ചയിലെ പുതിയ വിവരങ്ങൾ എങ്ങനെ? ശ്രീജിത്ത്. ശ്രീജിത്ത്, CPIM സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച 8 മണിയോടെ പൂർത്തിയായി. ചർച്ചയ്ക്കുള്ള മറുപടി നാളെ വൈകുന്നേരമാണ്. ഇന്ന് മൊത്തം നടന്ന ചർച്ചയിൽ 42 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഇതിൽ SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കണ്ണൂരിൽ നിന്നുള്ള നേതാവുമായ K. അനുശ്രീയാണ് പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടിൽ സംശയം പ്രകടിപ്പിച്ച് ചർച്ചയിൽ ചില പ്രതികരണങ്ങൾ നടത്തിയത്. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോഴും ആ നിലപാടിൽ പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന ഗൗരവതരമായ ചോദ്യമാണ് SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ K. അനുശ്രീ ചൂണ്ടിക്കാണിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയൊക്കെ പാർട്ടി വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ സ്ത്രീപക്ഷ നിലപാടിന്റെ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചില്ല? അങ്ങനെ ഒരു സമീപനം എടുക്കുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാട് ആത്മാർത്ഥമാണോ എന്ന സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അത് തീർത്തും ന്യായമായിരിക്കും എന്ന പ്രതികരണമാണ് എന്ന പരാമർശമാണ് ഈ ചർച്ചയിൽ നടത്തിയത്. എന്തായാലും ചർച്ചയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അടക്കമുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. അവരും ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട സമീപനങ്ങളെ പറ്റിയുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചർച്ച പൂർത്തിയായി കഴിഞ്ഞു. നാളെ വൈകുന്നേരമാണ് ഈ പൊതുചർച്ചയ്ക്കുള്ള മറുപടി. R. ശ്രീജിത്ത് കൊല്ലത്തെ സമ്മേളന വേദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.